സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഇൻകം ടാക്സ് 77% പിന്നെ 40% പിന്നെ ചിദംബരത്തിൻ്റെ ഡ്രീം ബഡ്ജറ്റ് 1997 30% കുറച്ചു. ഇപ്പോഴും ശ്രീരാമന്റെ ടാക്സേഷന്റെ 10% കൂടുതലാണ് ഇന്ത്യയിലെ ഇൻകം ടാക്സ്. മനുഷ്യൻ 100 രൂപ ഉണ്ടാക്കിയാൽ 30 രൂപ ഇൻകം ടാക്സ് പോയി. 30 രൂപ ഇൻകം ടാക്സ് പോയി. 18% GST പോയി. നമ്മളപ്പം നമുക്കൊരു വീട് തന്നാൽ 10,000 രൂപ അതിന് പോയി. വല്യപ്പന്മാർ നമുക്കൊരു വസ്തു തന്നാൽ അതിൻ്റെ കരം പോയി. 100 രൂപ ഇന്ത്യയിൽ ഉണ്ടാക്കിയാൽ 66 രൂപ കരം പോയി. നമുക്ക് കിട്ടുന്ന 34 രൂപയാണ്. ഇതെല്ലാം ശ്രീരാമൻ ഉണ്ടാക്കിയ രാമരാജ്യം. ശ്രീരാമൻ ഉണ്ടാക്കി 20% ടാക്സ് പാടില്ല. ഇപ്പം നമ്മൾ 100 രൂപ ഉണ്ടാക്കുന്നു, 30 രൂപ ഇൻകം ടാക്സ് കൊടുത്തു, 15 രൂപ GST കൊടുത്തു, 10% പച്ച കെട്ടിടത്തിന് വസ്തുവിന് കൊടുത്തു, പിന്നെ റോഡ് ഇണക്കാൻ പൈസ, വണ്ടി പോകുന്ന ടോൾ പിരിവ് എല്ലാം കൂടെ 66 രൂപ പലിശ കരമാണ് ഇന്ത്യയിൽ. ഇപ്പം നമ്മുടെ ഈ 34 രൂപ കിട്ടും. ഗുണം വരികയില്ല.